സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ആസിയാൻ ഉച്ചകോടി എവിടെയാണ് നടന്നത്? 2025 ആസിയാൻ ഉച്ചകോടി എവിടെയാണ് നടന്നത്? മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലാണ് 2025 ആസിയാൻ ഉച്ചകോടി നടന്നത്. കോലാലംപൂർ. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായി മാറിയ രാജ്യം ഏതാണ്? ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യമായിട്ട് മാറിയത് ടിമോറാണ്. ആസിയാൻ കൂട്ടായ്മയിലെ 11ാമത് അംഗരാജ്യമായിട്ട് മാറിയ രാജ്യം ഏതാണ്? ടിമോറാണ്. മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഈ പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻത ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? തായ്ലൻഡാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പം മോൻത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ആ പേര് നൽകിയത് തായ്ലൻഡാണ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലാണ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായ 50 കിലോവാട്ട് ജിയോ തെർമൽ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലെ തവാങ് ജില്ലയിലാണ്. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. ഔറംഗാബാദ് റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ്? ഛത്രപതി സംഭാജി നഗർ റെയിൽവേ സ്റ്റേഷൻ. 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത്? 2025 IUCN വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത് അബുദാബിയാണ്. വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന് ആതിഥേയത്വം വഹിച്ചത് അബുദാബി. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ആര്? 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ദിവ്യ ദേശ്മുഖ് ആണ്. മറ്റൊരു ഇന്ത്യൻ താരമായ കൊനേരു ഹംപിയെ തോൽപ്പിച്ചാണ് ദിവ്യ കിരീടം നേടിയത്. അപ്പോൾ 2025 ഫിഡെ ചെസ് ലോകകപ്പ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരെ എന്ന് ചോദിച്ചാൽ ദിവ്യ ദേശ്മുഖ് കൊനേരു ഹംപിയെയാണ് തോൽപ്പിച്ച് കിരീടം നേടിയത്. യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? യുനെസ്കോയിൽ നിന്ന് പിന്മാറുന്നതായിട്ട് പ്രഖ്യാപിച്ചത് അമേരിക്ക. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയ ഇന്ത്യക്കാരൻ ആര്? ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. പേര് ശുഭാംശു ശുക്ലയാണ്. ബഹിരാകാശ നിലയത്തിൽ നിന്നും ഓറിയോൺ നെബുലയുടെ ചിത്രം പകർത്തിയ ഇന്ത്യക്കാരൻ. ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം കേരളമാണ്. 14 മുതൽ 22 വയസ്സ് വരെയുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ ദി ലൈറ്റ് ഓഫ്
വൈൽഡർ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാണ്? ഇഷാൻ ഷാനവാസ് ആണ്. ഇഷാൻ ഷാനവാസ്. പുസ്തകത്തിന്റെ പേര് ദി ലൈറ്റ് ഓഫ് വൈൽഡർ തിങ്സ്. ഇഷാൻ ഷാനവാസ്. അതിർത്തി രക്ഷാസേനയുടെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിയമിതയായത്? അതിർത്തി രക്ഷാസേനയുടെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിയമിതയായത് ഭാവന ചൗധരിയാണ്. ഭാവന ചൗധരി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ആര്? കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ദീപിക പദുക്കോൺ ആണ്. ദീപിക പദുക്കോൺ. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ പിടികൂടുവാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് നൽകിയിരിക്കുന്ന പേര്? പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണക്കാരായ ഭീകരരെ പിടികൂടുവാനായി ഇന്ത്യൻ സൈന്യം നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന് നൽകിയിരുന്ന പേരാണ് ഓപ്പറേഷൻ മഹാദേവ്. പേര് ഓപ്പറേഷൻ മഹാദേവ്. വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരം അർപ്പിക്കുവാനുള്ള മൊബൈൽ ആപ്പ് ഏതാണ്? വീരമൃത്യു വരിച്ച ധീര സൈനികർക്ക് ആദരം അർപ്പിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ഈ ശ്രദ്ധാഞ്ജലി. ആപ്പിന്റെ പേര് ഈ ശ്രദ്ധാഞ്ജലി. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ? സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക് പീഡിയ. ഗ്രോക്ക് പീഡിയ. AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക് പീഡിയ അവതരിപ്പിച്ചത് ഇലോൺ മസ്ക് ആണ്. ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം? ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്ന രാജ്യം ചൈനയാണ്. ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ തന്നെ ഹ്യൂമനോയിഡ് റോബോട്ട് കിക്ക് ബോക്സിംഗ് മാച്ച് നടന്നത്. ചൈന. 39ാമത് നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത്? 39ാമത് നാഷണൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് മേഘാലയയാണ്. മേഘാലയ. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? കിഴക്കൻ അന്റാർട്ടിക്കയിൽ എവിടെയാണ്? അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരാണ് മൈത്രി സെക്കൻഡ്. മൈത്രി 2. ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത് എവിടെയാണ്? ഇന്ത്യയും ദക്ഷിണ കൊറിയയും, ഏത് രാജ്യമാണ്? ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത് എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യത്തെ നാവിക അഭ്യാസം നടന്നത്. ദക്ഷിണ കൊറിയയിലെ ബുസാൻ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് ലഡാക്കിലാണ്. ലഡാക്ക്. 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ നൽകുന്നതിനായി ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള സംരംഭം? 2030 ആകുമ്പോഴേക്കും എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ നേത്ര ചികിത്സ ലഭിക്കുന്നതിനായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ച ആഗോള സംരംഭമാണ് ഗ്ലോബൽ സ്പെക്സ് 2030. ഗ്ലോബൽ സ്പെക്സ് 2030. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം എവിടെയാണ് നടന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം. ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? യാനം. നടന്നത് എവിടെയാണ്? വർക്കലയിലാണ്. വർക്കല. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേര്? ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യ, ഇന്തോനേഷ്യ. എവിടെ വെച്ചാണ് നടത്തുന്നത്? വിശാഖപട്ടണത്താണ്. നാവികാഭ്യാസത്തിന്റെ പേര് സമുദ്രശക്തി. സമുദ്രശക്തി. കേരള എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത്? കേരള എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത് MR അജിത് കുമാർ ആണ്. MR അജിത് കുമാർ. ലോക മത പാർലമെന്റ് എവിടെയാണ് നടന്നത്? ലോക മത പാർലമെന്റ് നടന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലെ വിക്ടോറിയൽ പാർലമെന്റിലാണ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയൽ പാർലമെന്റിലാണ് ലോക മത പാർലമെന്റ് നടന്നത്. ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ.
വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV F-16 ആണ്. GSLV F-16. ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV F-16 ആണ്. GSLV F-16. നിസാർ ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമാണ് നിസാർ എന്നത്. വിക്ഷേപിച്ചത് GSLV F-16. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക ചിത്രം ഏതാണ്? കൊൽക്കത്തയിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏക ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ എന്നത്. എ പ്രഗ്നന്റ് വിഡോ. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ഫയർ കൺട്രോൾ റഡാറുകൾ നിർമ്മിക്കുവാനുള്ള കരാർ നൽകിയിരിക്കുന്നത്. കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടിയുള്ള ഫയർ കൺട്രോൾ റഡാർ നിർമ്മിക്കുവാനുള്ള കരാർ നൽകിയിരിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ബെല്ലിനാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്നും കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് CRIB ക്രിബ്. അടുത്തിടെ കർണാടകയിലെ കോലാർ സ്വദേശിയായ ഒരു സ്ത്രീയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പ് ഏതാണ്? CRIB. ബുക്ക് ബ്രഹ്മ ഫൗണ്ടേഷന്റെ 2025 സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി KR മീരയാണ്. KR മീര. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഹെപ്പറ്റൈറ്റിസ് B, HIV, സിഫിലിസ് എന്നീ രോഗങ്ങൾ പകരുന്നത് പൂർണ്ണമായും തടഞ്ഞ ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് മാൽദീവ്സ്. നിസാർ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. നിസാർ ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച മലയാളി ശാസ്ത്രജ്ഞൻ തോമസ് കുര്യൻ ആണ്. തോമസ് കുര്യൻ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലാഹോറാണ്. പാകിസ്ഥാനിലെ ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പാകിസ്ഥാനിലെ ലാഹോർ. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്യുന്നതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതി ഏതാണ്? കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്യുന്നതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതിയാണ് ശക്തി. പദ്ധതിയുടെ പേരെന്താണ്? ശക്തി. പുത്തേഴൻ അവാർഡ് നേടിയത് ആരാണ്? പുത്തേഴൻ അവാർഡ് നേടിയത് KV രാമകൃഷ്ണനാണ്. പുത്തേഴൻ അവാർഡ് നേടിയത് ആരാണ്? KV രാമകൃഷ്ണൻ. K ബാലകൃഷ്ണൻ നായർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? K ബാലകൃഷ്ണൻ നായർ സാഹിത്യ പുരസ്കാരം നേടിയത് NS മാധവനാണ്. NS മാധവൻ. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായ കവിയും എഴുത്തുകാരനുമായ വ്യക്തി. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക സാഹിത്യ അവാർഡിന് അർഹനായ കവിയും എഴുത്തുകാരനുമായ വ്യക്തി PN ഗോപി കൃഷ്ണനാണ്. PN ഗോപി കൃഷ്ണൻ. നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യം നർത്തകിയാണ് പത്മ സുബ്രഹ്മണ്യം. നാട്യവേദ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിന്റെ പ്രഥമ നാട്യവേദ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം. ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ പത്രപ്രവർത്തകൻ ആര്? ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ പത്രപ്രവർത്തകൻ സുനിൽ അമൃതാണ്. സുനിൽ അമൃത്. സുനിൽ അമൃതിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിക്കൊടുത്ത പുസ്തകം ഏതാണ്? പുസ്തകം ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years എന്നതാണ്. ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years. ദ ബേണിംഗ് എർത്ത്. സുനിൽ അമൃതിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിക്കൊടുത്ത പുസ്തകമാണ് ദി ബേണിംഗ് എർത്ത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടുപേരാണ്, ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ്. ഷാരൂഖ് ഖാൻ ജവാൻ എന്ന സിനിമയിലെ അഭിനയത്തിനും
വിക്രാന്ത് മാസി 12th ഫെയിലിലെ അഭിനയത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടൻ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയാണോ? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? റാണി മുഖർജിയാണ്. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. റാണി മുഖർജി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമിയാണ്. ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച സഹനടി ഊർവശിയാണ്. ഏത് ചിത്രമാണ്? ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ്. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം യുറുഗ്വേയാണ്. ദയാവധം നിയമപരമാക്കിയത്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ നൽകുന്ന കെൻറ്റൺ മില്ലർ പുരസ്കാരം നേടിയത് ഇന്ത്യയുടെ സൊനാലി ഘോഷാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ വേൾഡ് കൺസർവേഷൻ ഓഫ് പ്രൊട്ടക്റ്റഡ് ഏരിയ നൽകുന്ന കെൻറ്റൺ മില്ലർ പുരസ്കാരം നേടിയതാരാണ്? ഇന്ത്യയുടെ സൊനാലി ഘോഷ്. ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.